ഈ അതിക്രമമാണ് റസാഖിന്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കുന്നതിലേക്കും കുടുംബത്തിന്റെ മെഴുകുതിരി കത്തിച്ചുള്ള സമരത്തിലേക്കും എത്തിച്ചത്. അതിനിടയിലാണ് റസാഖ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ റസാഖിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് രാവിലെയാണ് KSEB തിരുവമ്പാടി സെക്ഷൻ ഓഫീസിൽ സഹോദരങ്ങളായ അജ്മലും ഫഹ്ദാദും ചേർന്ന് അതിക്രമം നടത്തിയത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തു. കമ്പ്യൂട്ടറുകളും ഫയലുകളും നശിപ്പിച്ചു. ബിൽ കുടിശ്ശിക വരുത്തിയതിന് അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി KSEB വ്യാഴാഴ്ച വിച്ഛേദിച്ചിരുന്നു. അന്ന് വൈകിട്ട് ബില്ലടച്ചെങ്കിലും വെള്ളിയാഴ്ചയാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. റീകണക്ഷൻ കൊടുക്കാൻ ചെന്ന പ്രശാന്ത് എന്ന ലൈൻമാനെയും കൂടെ സഹായിയെ പോയ അനന്തുവിനെയും വളരെ മോശമായി അസഭ്യം പറയും, കയ്യേറ്റം ചെയ്യുകയും ഈ അനന്തു എന്ന വ്യക്തിയുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കുകയും മറ്റും ചെയ്തതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ ഒരു ഫോൺ ഓഫീസിൽ വരികയും എനിക്ക് പരാതി എഴുതി തരികയും ചെയ്തു. ആ പരാതിയെ തുടർന്ന് ഞാൻ റിട്ടേൺ ആയിട്ട് തിരുവമ്പാടി പോലീസ് SHOയ്ക്ക് കംപ്ലൈന്റ് കൊടുക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ KSEBയുടെ നടപടി. അജ്മലിന്റെ പിതാവ് റസാഖിന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു. CMDയുടെ ഉത്തരവ് പ്രകാരമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഓഫീസിൽ കയറി അതിക്രമം കാട്ടിയതിനും ഉപകരണങ്ങളും വസ്തുവകകളും നശിപ്പിച്ചതിനും വീട്ടിലെ വൈദ്യുതി കട്ട് ചെയ്യുന്നുവെന്ന് ഉത്തരവിൽ. ഇരുട്ടിലായി രക്ഷിതാക്കൾ. 2 ദിവസമാണ് നമ്മൾ വൈകിയതിന് അവിടുന്ന് ഊരിക്കൊണ്ടുപോയി. അതറിഞ്ഞ ആ സമയത്ത് തന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ കറണ്ട് ബില്ല് അടക്കുകയും ചെയ്തതിന്. പിന്നെ രാവിലെ ആയപ്പം ഇവര് ന്യൂസ് മക്കൾ കണ്ടതാണ്, ഓലെ പേരിൽ വെറുതെ കേസ് എടുത്തതാണ്. അജ്മലിനെയും സഹോദരൻ ഫഹ്ദാദിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവാണ് അജ്മൽ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.